അപ്പോൾ തുടങ്ങാല്ലേ? ഞങ്ങളെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുധീർജി കൊല്ലാറ, ജനതാദൾ യുണൈറ്റഡിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ശ്രീമൻ ഷൺമുഖദാസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അപ്പുറത്തിരിക്കുന്നത് ശശികുമാർ കാരയിൽ ജില്ലാ പ്രസിഡന്റാണ്. ദിലീപ് കുമാർ PT സംസ്ഥാന ജനറൽ സെക്രട്ടറി, ബാബു കേശവ് സംസ്ഥാന സെക്രട്ടറി. ഞങ്ങൾ ഈ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനതാദൾ യുണൈറ്റഡ് പ്രവർത്തകരും അനുഭാവികളും NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ നടപ്പാക്കുന്നതായിട്ടുള്ള വിവിധ പദ്ധതികൾ, അനവധി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനവധി പദ്ധതികളിൽ അവിടെ കോടിക്കണക്കിന് രൂപ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ വിവിധ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് അനുവദിക്കുമ്പോൾ അതൊന്നും തന്നെ വേണ്ട വിധത്തിൽ യഥാവിധി കേരള സംസ്ഥാനത്തിലുള്ള ജനങ്ങൾക്ക് അനുഭവയോഗ്യമാകാൻ സാധിക്കുന്നില്ല, അനുഭവയോഗ്യമാക്കാൻ ശ്രമിക്കുന്നില്ല. അത് ചില ദുഷ്ടലാക്കുകളാണ്. NDA കേന്ദ്ര ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ വേണ്ട വിധത്തിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടമായിട്ട് വ്യാഖ്യാനിക്കും എന്നുള്ള ഒരു ദുഷ്ടലാക്കാണ് അവരുള്ളത്. ഇപ്പൊ നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ഭരണം LDF ആയിരുന്നു. 2 ടേം ഭരണം LDFിലായിരുന്നു. 2 ടേം കഴിഞ്ഞു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് കേന്ദ്രത്തിൽ. ഇവിടെ നടന്ന ഈ 2 വർഷവും പ്രതിപക്ഷത്തിരുന്നത് കോൺഗ്രസ് UDF ഗവൺമെന്റാണ്. ഒരു MLA, ഏതെങ്കിലും ഒരു MLA കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവിടെ നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവരികയോ അവിടെ പ്രതിഷേധ സ്വരം ഉയർത്തുകയോ ചെയ്തതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. എന്തുകൊണ്ട്? അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് ലഭിക്കാതിരിക്കാൻ കാരണം ഇവിടെയുള്ള ഇടത് വലത് മുന്നണികളുടെ ഒത്തുകളിയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മുമ്പൊക്കെ പറയും കേരളത്തിന് അപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ ഇവർ 2 ഒന്നാണെന്ന്. ഇവിടെയും ഒന്ന് തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് നിതീഷ് കുമാറാണ്, നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് ആദ്യം ഉണ്ടാക്കിയതാണ്, രൂപം കൊടുത്തത്. പിന്നെ അതിനുള്ള കളികൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറെ നമ്മളെല്ലാവരും കണ്ടത്. അതായത് മുഴുവൻ പോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെയും ഇപ്പോൾ അത് തന്നെയാണ് നടക്കുന്നത്, യാതൊരു സംശയം വേണ്ട. NDA അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥികളെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ള ആലോചിക്കുക. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം, ജനതാദൾ യുണൈറ്റഡിന്റെ ലക്ഷ്യം. ഞങ്ങളുടെ മന്ത്രിമാര് ഒന്ന് രാജീവ് രഞ്ജൻ സിംഗ്, ഞങ്ങളുടെ വകുപ്പാണ്, ഞങ്ങളുടെ കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് മന്ത്രിയാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മൃഗസംരക്ഷണം, ക്ഷീരവികസനം, അതുപോലെ തന്നെ ഫിഷറീസ്, പഞ്ചായത്ത് രാജ്. ഫിഷറീസിലൊക്കെ അനവധി 30,000 കോടി രൂപയുടെ പദ്ധതികൾ വേറെ സബ്സിഡി കൊടുത്തുകൊണ്ട് അനവധി ആനുകൂല്യങ്ങൾ വാരിക്കോരി ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്കടക്കം എന്ത് ചെയ്യുവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ആനിമൽ ഹസ്ബൻഡറി, മൃഗസംരക്ഷണം, ഡയറി ഡെവലപ്മെന്റ്, ഇഷ്ടം പോലെ ഫണ്ട് അനുവദിച്ചിരിക്കുക. ഒന്നും നമുക്ക് വേണ്ടതില്ല. കൃഷി, മറ്റൊരു മന്ത്രി ഞങ്ങളുടെ മന്ത്രി സഹമന്ത്രിയാണ് രാംനാഥ് താക്കൂറിന്റെ കൃഷി, അതുപോലെ തന്നെ കർഷകക്ഷേമ ഫണ്ട്, ഇതിലും അനവധി ഫണ്ട് നമുക്കറിയാലോ. കുട്ടനാട് MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന് പാസ്സാക്കിയിട്ടുള്ള ഫണ്ടുകൾ എത്ര ആയിരക്കണക്കിന് കോടി രൂപകൾ ലാപ്സാക്കി കളയുകയാണ്. ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ, ഇതിനൊരു ശബ്ദം, ഇതിനെതിരെ ഭരണകർത്താക്കൾ ഇതിന് അനുകൂലമായി ഇതിനെതിരെ ഒതുക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിക്കാൻ, ശബ്ദമുയർത്താൻ നിയമസഭയിൽ ശക്തരായ സാന്നിധ്യം ഉണ്ടാകണം. അത് NDAയുടെ MLAമാരുണ്ടാകണം, അല്ലെങ്കിൽ NDA ഭരണത്തിലേറണം. ആ ഒരു കണക്കുകൂട്ടലാണ് JDU. ദേശീയ തലത്തിൽ ഞങ്ങൾ NDAയിലാണ്. ഞങ്ങളുടെ കേരളത്തിലും ഞങ്ങളുടെ വോട്ടുകൾ
NDA സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അത്രേ അല്ല, വോട്ട് വ്യാഴാഴ്ച 9-ാം തീയതിയാണല്ലോ ചെയ്യുന്നത്. ഞങ്ങൾ പ്രവർത്തിക്കാൻ എന്താ ചോദിച്ചു? ഞങ്ങള് കേരളത്തില് ഞങ്ങൾ NDA ഇല്ലല്ലോ. അതെ, ഞങ്ങൾ ദേശീയ തലത്തിൽ NDA അല്ലല്ല. ഇവിടെ പലരും ഞാൻ പറയാം, ഞങ്ങളെ സമീപിച്ചിരിക്കുന്നു UDF, എന്നെ സമീപിച്ചിരിക്കുന്നു UDF. വോട്ട് വേണം, നിങ്ങളുടെ NDA ഇല്ലല്ലോ എന്ന് പറഞ്ഞു. സമീപിച്ചു. UDFന്റെ 2 സംസ്ഥാന നേതാക്കന്മാര് സമീപിച്ചു. അല്ല, അവര് സമീപിക്കുന്നതിന് തടസ്സമില്ല. അവര് പറയാൻ കാരണം നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് ഒരു വോട്ട് പറഞ്ഞു. അവരും ഞങ്ങളെ NDA എടുത്തിട്ടില്ല. വേണ്ട, ഞങ്ങൾക്ക് അതിന് പ്രശ്നമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇപ്പൊ നേരത്തെ ചോദിച്ച ചോദ്യം, ദേശീയ തലത്തിൽ ഞങ്ങൾ NDA-യിലാണോ? ആണ്. ഞങ്ങൾ NDA-ക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. ഇവിടെ വരെ സ്ഥാനാർത്ഥികൾക്ക് ഞങ്ങളുടെ വോട്ട് വേണോ വേണ്ടെന്നോ ഞങ്ങളുടെ പ്രവർത്തനം വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന അവരാണ്. അവർ തീരുമാനിച്ചിട്ടില്ല. വേണ്ട, ഇല്ല. ഇല്ലില്ല, ഞങ്ങള് NDA-യില് ഞങ്ങൾ ഇവിടെ കടയാച്ചില്ല. അല്ലല്ല, ഞങ്ങൾ കൊടുക്കണത് UDF-ന് കൊടുക്കണോ, അതല്ല ഇനിയിപ്പോ LDF-ന് കൊടുക്കണോ, NDA-ക്ക് കൊടുക്കണോ, അല്ലെങ്കിൽ ഇന്ന സ്ഥാനാർത്ഥികൾ കൊടുക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾ ഇല്ലേ? പരിഗണിച്ചിട്ടില്ല. സമീപിച്ചു. ഇല്ല. അതല്ല, അതിലില്ലല്ലോ. അങ്ങനെയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വേറെ അംഗീകരിക്കുന്ന ആളെ വേറെ കൊണ്ടേ. അത് സംസ്ഥാനത്തിൽ എടുത്തിട്ടില്ല. സംസ്ഥാനത്തിൽ അതല്ല, അതിന് അവരുടേതായ കുറെ നിയമങ്ങൾ അവർ പറയുന്നു, ഞങ്ങളുടേതായ ചില കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു. ദേശീയത്തില് ഞങ്ങളുണ്ട്. ഇവിടെ എല്ലാ ഘടകകക്ഷികളെയും ദേശീയത്തിലുള്ള ആരെയും എടുത്തിട്ടില്ല. ഇപ്പൊ അടുത്ത് കുറച്ച് എടുത്തു. ഞങ്ങൾ സഖ്യകക്ഷി ആവാനൊന്നുമില്ല. ഞങ്ങൾ സഖ്യകക്ഷി ആക്കാമെന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു സഖ്യകക്ഷി ഞങ്ങളില്ല. ഞങ്ങൾ ഘടകകക്ഷി അല്ല പറഞ്ഞോട്ടെ, ഘടകകക്ഷി ആക്കണമെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ. അല്ലെങ്കിൽ ഞങ്ങൾ പണിയെടുക്കാനൊന്നും ഞങ്ങളില്ല. വോട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തീരുമാനിക്കും ആർക്ക് വോട്ട് ചെയ്യണം. ഞങ്ങളുടെ പ്രവർത്തകരുടെ, ഞങ്ങളുടെ അനുഭാവികളുടെ വിലയേറിയ വോട്ടുകൾ ആർക്ക് കൊടുക്കണമെന്ന് പറയേണ്ടത് ഞങ്ങളുടെ ചുമതലയാണ്, നേതൃത്വത്തിന്റെ ചുമതലയാണ്. അത് ഇന്നവർക്ക് കൊടുക്കണം. അത് പാർട്ടി തീരുമാനിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിച്ചു. NDA സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഇതല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ സഹകരണത്തിന് വളരെ നന്ദി. താങ്ക് യു.